അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബാക്കി വന്ന ദോശമാവ് വെച്ചിട്ടുള്ളതാണ്. ബാക്കി വന്ന ദോശമാവോ ഇഡ്ഡലി മാവോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ ദോശയൊക്കെ ചുട്ടിട്ട് ബാക്കി വന്ന മാവാണ് എടുത്തിട്ടുള്ളത്. ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 കപ്പ് മാവാണ് എനിക്ക് ബാക്കി കിട്ടിയിട്ടുള്ളത്. നമ്മൾ മാവ് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം പുളിപ്പില്ലാത്ത മാവ് എടുക്കുക. നമ്മൾ തലേദിവസം അരച്ച് വെച്ചിട്ട് രാവിലെ ദോശ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കില്ലേ, ആ ഒരു മാവാണ് എടുക്കേണ്ടത്. അധികം അങ്ങ് പുളിച്ചു പോയി ലൂസായി പോയ ബാറ്റർ എടുക്കരുത്. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ അളവ് കപ്പിലാണ് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിപ്പൊടി അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അളവ് കപ്പിലാണ് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുക. അതുപോലെ തന്നെ മൈദ മാവ് 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മൈദ ഫുള്ളായിട്ട് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ടും കൂടെ 1/2 കപ്പ് വീതം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കപ്പ് മൈദ മാവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ എടുത്ത ദോശമാവിൽ ഉപ്പ് ചേർത്ത ദോശമാവാണ്, അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 നുള്ളു ഉപ്പൊക്കെ മതിയാവും, കൂടി പോകരുത്. ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്ത് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകും. ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കും. തേങ്ങ കൊത്തെല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളിട്ട് കൊടുക്കാം. എള്ള് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, എള്ളില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തേങ്ങാ കൊത്ത് മാത്രം ചേർത്താൽ മതിയാവും. വെള്ളം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എള്ളും തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ. വെള്ള എള്ളോ കറുത്ത എള്ളോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെള്ള എള്ളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ആ തേങ്ങാ കൊത്തൊക്കെ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പം അളവ് കപ്പിലാണ് 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുള്ളത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ശർക്കര എടുക്കുക. അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കുക. ഇനി ഇതിലേക്ക് പെട്ടെന്ന് ഉരുകി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തിളച്ച വെള്ളമാണ് എടുക്കുന്നത്. 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശർക്കര ഉരുകി കിട്ടും. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വയ്ക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. നമ്മൾ തിളച്ച വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പെട്ടെന്നൊന്ന് തിളച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഒരു നൂൽ പാവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര എല്ലാം ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നമ്മൾ അരിപ്പൊടിയും മൈദയും ഗോതമ്പ് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കല്ലും മണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ച് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. എന്നിട്ട് ഒരു വിസ്ക് വെച്ചോ ഒരു തടിത്തവി വെച്ചിട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ഇപ്പം ആ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ മാറ്റി വെച്ച ദോശമാവ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പാണ് എനിക്ക് ബാക്കി കിട്ടിയിട്ടുള്ളത്. അത് മുഴുവനും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ദോശമാവ് ഫുള്ളായിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ആ ദോശമാവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്ററി കിട്ടുന്നത്.
ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് ദോശമാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് ദോശമാവ് അളന്നെടുക്കുക. 2 കപ്പ് ദോശമാവിൻ്റെ അളവിനാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഏലക്കയാണ് ഉള്ളതെങ്കിൽ ഒരു 4-5 ഏലക്ക തല്ലി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിന്റെ പൊടി ഒഴിവാക്കാം. ഏലക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും എള്ളും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. മുഴുവനും ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുക്കുക, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇപ്പം ഞാൻ ഉണ്ണിയപ്പം ചൂടാനുള്ള ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതായി എടുത്തിട്ടുണ്ട്. ഓരോ കുഴികളിലും ഒഴിച്ചു കൊടുക്കാം. ആദ്യം നടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. അതാണ് പെട്ടെന്ന് ആവുന്നത്. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് ഈസിയാണ്. ദോശമാവൊക്കെ ബാക്കി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ പഴം ചേർത്തിട്ടല്ലേ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. ഇത് പഴം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ദോശമാവാണ് എടുത്തിട്ടുള്ളത്. എല്ലാ കുഴികളിലും ഒരു 1/4 ഭാഗത്തോളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു വശം ആയി വരുന്ന സമയം ഇതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. താനെ അങ്ങ് മറിഞ്ഞ് വന്നോളും. അപ്പോൾ ആദ്യം ഒഴിച്ചതൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വശവും ഒന്ന് വെന്തോ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്, പിന്നെ ഉള്ളൊന്നും വെന്ത് കിട്ടാതെ മാവായിട്ടിരിക്കും. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ 2 വശവും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അപ്പോൾ ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊന്നും അധികം കുടിക്കില്ല. അപ്പം നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ണിയപ്പമാണ് നമ്മൾ എടുത്ത ബാറ്ററിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ പഴം ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പം ദോശമാവൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുക. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. സാധാരണ ഉണ്ണിയപ്പം കഴിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഉണ്ണിയപ്പത്തിനും. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്